ചേട്ടാ ഒരു വലിയ സമരമാണ് ഇന്ന് രാവിലെ മുതൽ 1000-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. എന്താണ് പറയാനുള്ളത്? നോക്കൂ, സംസ്ഥാന സർക്കാർ യുവജന വഞ്ചന തുടരുകയാണ്. 10,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് ഈ തെരുവിൽ കിടക്കുന്നത്. 20 ദിവസമായി ഇവർ സമരം ചെയ്യുകയാണ്. 14,000-ഓളം ആളുകൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. വെറും 20% പോലും നിയമനം കൊടുത്തിട്ടില്ല. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആവശ്യമുള്ള പോലീസ് തസ്തികകൾ നിയമനം നടത്തിയാൽ ഇതിൽ ഒരാൾ പോലും പുറത്തു പോകാതെ മുഴുവൻ ആളുകൾക്കും നിയമനം കിട്ടും. ഇപ്പോൾ കേരളത്തിൻ്റെ പോലീസ് സേനയിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വിടുപണി ചെയ്യുന്ന ആളുകൾ മതി. അതിന് സ്വന്തക്കാർ വേണ്ട. എല്ലാ അനധികൃത മാർഗങ്ങളിലൂടെയും നിസാമിനെയും ശിവരഞ്ജിത്തിനെയും പോലുള്ള ആളുകൾ കേരളത്തിലെ പോലീസ് സേനയിൽ കയറിക്കൂടിയിരിക്കുകയാണ്. SIയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യേണ്ടി വന്നു. എന്താ കാരണം? പരീക്ഷയ്ക്ക് പാസ്സാകാത്തവനെ റാങ്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഇവരുടെ സമരം ഇത് ന്യായമായ സമരമാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ആ ന്യായമായ സമരത്തിന് ഏതറ്റം വരെയും യുവമോർച്ചയുടെ പിന്തുണയുണ്ടാകും. ഇവർ പറയുന്ന ഒരു സാമ്പത്തിക ബാധ്യത കൂടിയാണ് സർക്കാർ പറയുന്നത്. അതെങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്? സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൗസിൽ 55 ലക്ഷത്തിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാമല്ലോ, 45 ലക്ഷം രൂപയുടെ പശുത്തൊഴുത്തുണ്ടാക്കാമല്ലോ. മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ 1.5 കോടിയുടെ ബസ് വാങ്ങാൻ പണമുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ദൂർത്തടിക്കാൻ പണത്തിന് പഞ്ഞമില്ലല്ലോ. എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇവിടെ അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത്. ഇവർ കോപ്പിയടിച്ച് പരീക്ഷ പാസ്സായവരല്ല, കഷ്ടപ്പെട്ട് പഠിച്ച് കായികക്ഷമത പരീക്ഷ ഉൾപ്പെടെ പാസ്സായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി എന്തറ്റം വരെയും പോകാൻ യുവമോർച്ച തയ്യാറാണ്.